എന്തിനാ മോളെ നീ ഇത് കാണിച്ചത്? എന്തിനാ ഇതിനകത്ത് വന്നിരുന്നത്? തന്ത്രി തന്നെ കൊണ്ട് താരാ ചെയ്യിച്ചത്? എന്നെ കൊണ്ട് ആരും ചെയ്യിച്ചതല്ല. പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്? അത് പത്മ മാഡവും ഇന്ദ്രജ മാഡവും ചെയ്യുന്ന അതേ ചടങ്ങ് ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ലാന്ന് തോന്നിയതുകൊണ്ടാ. ഓ, യോഗ്യതയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം മോളെ. നീ വാ ഇങ്ങോട്ട് വാ. സൂര്യ വാ മോനെ വാ. ഒരു പരിഭ്രമം കൊണ്ട് ചെയ്തതാ തിരുമേനി അവള്. എന്തായാലും കാര്യം നടക്കട്ടെ. ചെല്ലുമോളെ. ചെല്ല്. എന്തായാലും നിങ്ങളുടെ വിവാഹത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഈ ചടങ്ങെങ്കിലും കണ്ണു നിറയൊന്ന് കാണാമല്ലോ. എന്തുവാ പത്മ ഇത്? ഒരമ്മയുടെ അനുഗ്രഹമല്ലേ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒന്ന് അനുഗ്രഹിക്ക്. അയ്യോ, അമ്മേ ദേവി മഹാമായി, എല്ലാം മംഗളമായി മോളെ. പത്മേ, നീ ഒന്ന് ഇങ്ങോട്ട് നിന്നേ. ഈ നിൽക്കുന്നവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ കേൾക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇത്രയും ബുദ്ധിയും കാര്യബോധവും മറ്റുള്ളവരെ ബഹുമാനിക്കാനും അറിയാവുന്ന ഒരു പെൺകുട്ടിയിൽ നീ കാണുന്ന കുറ്റം എന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുലം, ഗോത്രം, ജന്മം ഇതൊന്നും അല്ല കുഞ്ഞേ പ്രധാനം. കർമ്മം, അതിലാണ് കാര്യം ഇരിക്കുന്നത്. സംശയമുണ്ട് തിരുമേനിയോട് ചോദിച്ചു നോക്ക്. പത്മേ, അവള് ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു പാവപ്പെട്ട വീട്ടിലാ, സമ്മതിച്ചു. പക്ഷേ അവളെ സമ്പന്നയാക്കാൻ നീ വിചാരിച്ചാൽ സാധിക്കും. നീ അവളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. നീ കൊടുക്കുന്നതിന്റെ 1000 മടങ്ങ് ഇരട്ടി അവള് നിനക്ക് തിരിച്ചു തരും. അറിയാവോ? എവിടെ ഭഗവാനേ. പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും നീ അവളെ ഒന്ന് അംഗീകരിക്കാൻ നോക്ക്. മോനെ സൂര്യ, നീ ഭാഗ്യമുള്ളവനാടാ.
മോനെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പെൺകുട്ടിയെ. സത്യത്തില് എന്റെ മോൻ നോക്കിക്കോ, നിനക്ക് ഇവളെ കൊണ്ട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. മുത്തശ്ശി, ഇയാളെ എനിക്കും ഇഷ്ടം. ഞാൻ ഇയാൾക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കുന്നുണ്ട്. അത് എപ്പോഴും ഉണ്ടാവും. ആരെതിർത്താലും ഉണ്ടാവും. മോളെ, നിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഇതുപോലെ നിന്നെ പിന്തുണയ്ക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നതാണ്. നീ നേരിടേണ്ടി വന്ന കുറവുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ കരയാൻ ഒരുപാടുണ്ടാകും. പക്ഷെ നിനക്ക് കിട്ടിയ ഭാഗ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. സന്തോഷിക്കാൻ മാത്രമേ വകയുണ്ടാവൂ. മനസ്സിലായോ പത്മ? എനിക്ക് ഉറപ്പാ, ഇന്ന് നീ തള്ളി പറയുന്ന നന്ദിനി മോളെ കൊണ്ട് നിനക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. ഏതായാലും ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിക്കാതെ ദൈവം ആരെ എങ്ങോട്ട് വിടില്ല പത്മ. സത്യം. എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ കല്യാണമോ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചല്ലോ. അത് ആലോചിക്കുമ്പോൾ ഈ സുഹാസിനി പൂജ അതിന്റെ പൂർണ്ണതയിലെത്തിയെന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. അത് കാണാൻ എനിക്ക് ലഭിച്ചത് ഒരു അപൂർവ ഭാഗ്യം. അമ്മേ നാരായണ ദേവി മഹാമേ. വാ 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 വാ. ഞാനേ തന്നെ കാത്തിരിക്കായിരുന്നു. എന്താ സർ? ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ മദ്യം ഞാൻ തൊട്ടിട്ടില്ല. എന്തുകൊണ്ടാ? ഒരു ചടങ്ങ് വീട്ടിൽ നടക്കുമ്പോ മദ്യപിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ എന്റെ ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ 2 എണ്ണം അടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് തന്നോട് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. അതിരാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി.